ഈ ട്രോമാസ് കാരണം സെക്സിനോട് പൂർണ്ണമായും വിരക്തിയുള്ള ആളുകളുണ്ട്. അതായത് മുന്നേ നല്ല രീതിയിൽ സെക്ഷലി ആക്റ്റീവ് ആയിരുന്ന ആളുകളായിരിക്കും. പക്ഷെ എന്തെങ്കിലും ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് കാരണം പിന്നെ ആ ഒരു സ്റ്റേജിലോട്ട് എത്തുമ്പോൾ പിൻവലിയുന്ന ആളുകളായിരിക്കും. അവർക്കുള്ള ഈ ഒരു ട്രോമ റിലീസ് അത്തരത്തിലുള്ള സെക്ഷൻസ് ഒക്കെ ഹിപ്നോട്ടിസത്തിലുണ്ടോ? അങ്ങനെ ഉണ്ട്. അതിൽ എക്സാമ്പിൾസ് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിലത്തൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നോട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സെക്സ്വൽ ഫങ്ഷൻസ് വന്നു കഴിയുമ്പോൾ നമുക്കൊരു ക്ലയൻറ്റ് വന്നെന്ന് വെച്ചാൽ ഇവന് മാരീഡാണ്, കുട്ടികളുണ്ട്, അതുവരെയൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷെ പണ്ടൊരു ട്രോമ ഉണ്ടായിരുന്നു, ഇയാളെ ഒരാൾ അബ്യൂസ് ചെയ്തു. ആൺകുട്ടീനെ വേറൊരു ചെറുപ്പത്തിൽ അബ്യൂസ് ചെയ്തിട്ടുണ്ടാവും. തെറാപ്പി എടുക്കുമ്പോൾ 95% ആണുങ്ങളും സെക്സ്വലി അബ്യൂസ്ഡ് ആണ്. അവർക്ക് തുറന്നു പറയാൻ ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ടാണ് അവരത് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പയ്യനെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് കൊച്ചയ്ക്ക് ആയതിനു ശേഷം പക്ഷേ പുള്ളിക്ക് കുറേ നാളുകൾ ശേഷം പിന്നെയാണ് ഏതോ ഒരാൾ വീണ്ടും ഇയാൾ അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു. അതിനുശേഷം പുള്ളിക്ക് ഭാര്യയോട് താല്പര്യം ഉണ്ടായി. പിന്നെ ഇയാൾ ചാറ്റ് ചെയ്യാൻ തുടങ്ങി. ഇത് ഇൻ്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്തതിന് ശേഷം ഈ ചാറ്റിംഗ് സൈറ്റുകളുണ്ട്, ഇയാൾ അതിനകത്ത് കയറി ചാറ്റ് ചെയ്യും. ഇത് സെയിം സെക്ഷൽ റിലേഷൻഷിപ്പിലുള്ള ആളുകൾ. അങ്ങനെ പല തവണ പോയിട്ടുണ്ട്. അവസാനം ഭയങ്കരമായ കുറ്റബോധവും വല്ലാത്തൊരു ഇമോഷണൽ ഡിസ്റ്റർബ്ഡ് ആയിട്ട് ആൾ തെറാപ്പി എടുക്കാൻ വന്നു. അത് ഫസ്റ്റ് സിറ്റിങ് എടുത്ത് റിലീസ് ചെയ്ത് സംഭവം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും, കാരണം എൻ്റെ കോസ് കിടക്കുന്നത് പണ്ടായിരുന്നു. ആ ട്രോമ, ആ ഇമോഷനായിരുന്നു അന്നുണ്ടായിരുന്നത്. അതൊരു പുതുമ നൽകുന്ന സംഭവമാണ്. ചെറുപ്പത്തിൽ ആ ഒരു ചെറുപ്പ കാലഘട്ടങ്ങളിൽ ഇതിന് എന്താണെന്ന് അറിയില്ല ആൾക്കാർക്ക്. നമുക്കും അറിയില്ലായിരിക്കും. നമ്മുടെ സെക്സ്വാലിറ്റി നമുക്കൊന്നും അറിയില്ലല്ലോ. ഞാനൊക്കെ പണ്ട് വിചാരിച്ചാൽ ഉമ്മ വെച്ചാൽ കൊച്ചുണ്ടാകുന്നുള്ള ചിന്തയായിരുന്നു. അങ്ങനെയുള്ള തോട്ടാണ്. ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ അറിയാൻ മൊത്തം മാറിയില്ല. അപ്പോൾ ആ ഒരു വിശ്വാസമായിരുന്നു, ആ ഒരു എഡ്യൂക്കേഷനെ നമുക്കുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. കുറേയൊക്കെ ഒരു പിള്ളേർ അവിടെ നിന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്ന ട്രോമ എന്താണോ അത് അതേപോലെ വിശ്വസിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്.